ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്തയിലേക്ക് പോകുന്നു. എറണാകുളം മരടിൽ മകൻ അമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. 73-കാരിയായ അച്ചാമ്മയെ ആണ് കൊലപ്പെടുത്തിയ മകൻ വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് മാനസിക രോഗമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എ.ടി. അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ചമ്പക്കര തുരുത്തി അമ്പലത്തിന് അടുത്താണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ ഒരു ഫ്ളാറ്റിലാണ് ഈ അമ്മയും മകനും താമസിച്ചിരുന്നത്. ഒരു കൊറിയറിനെ ചൊല്ലി ഇന്ന് ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഒപ്പം പണത്തെ സംബന്ധിച്ചും മകൻ അമ്മയോട് കുറെ പണം ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ചും ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നാണ് ഫ്ളാറ്റിലെ മറ്റുള്ളവർ പറയുന്നത്. ഈ തർക്കം സംബന്ധിച്ച് ചില ശബ്ദങ്ങളൊക്കെ പുറത്തേക്ക് കേൾക്കുകയും ഒക്കെ തന്നെ ചെയ്തതോടെ ഫ്ളാറ്റിലുള്ള മറ്റാളുകളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. 5 മണിക്ക് ശേഷമാണ് ഇന്ന് ഇവരുടെ തർക്കം ഗുരുതരമായത്. ജനൽപ്പാടുകൾ പൊട്ടിച്ചാണ് ഫ്ളാറ്റിലെ ആളുകൾ അകത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അവർ ഫ്ളാറ്റ് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. മകൻ കൊലവിളി നടത്തിയെന്നാണ് ഇവിടെയുള്ള ഫ്ളാറ്റിലെ ആളുകൾ പറയുന്നത്. തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. 48 വയസ്സാണ് വിനോദിന്. ഇയാൾ ചില ചികിത്സകൾ ഒക്കെ എടുക്കുന്നുണ്ട്. പ്രധാനമായും മാനസിക പ്രശ്നങ്ങൾ ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് പോലീസും സ്ഥിരീകരിക്കുന്നത്. ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് വിനോദിനെ പിടികൂടിയത്. ഇനി ഇയാൾക്ക് ആവശ്യമായ ചികിത്സ നൽകാനാണ് സാധ്യത. അശ്വതി, ഈ വീട്ടിൽ മറ്റു അംഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല ശ്രുതി, അമ്മയും മകനും ഒറ്റയ്ക്കാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നത്. ഇവർക്കൊരു മകളുണ്ട്, അതായത് ഈ അമ്മയ്ക്കൊരു മകള് ഉണ്ട്. അവർ വിദേശത്താണ്. ഈ മകളും ഈ മകനുമാണ് ഈ അമ്മയ്ക്കുള്ളത്. മകൻ ഈ വിനോദും അതുപോലെ തന്നെ അച്ചാമ്മയുമാണ് ഇവിടെ ഫ്ളാറ്റിൽ ഒറ്റയ്ക്ക്. അവർ രണ്ടുപേരും മാത്രമാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്നത്. ഇവർ മറ്റുള്ളവരുമായിട്ട് അത്ര അടുപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇവർ തമ്മിൽ വലിയ തോതിലുള്ള ഒരു തർക്കം, അത് പെട്ടെന്നുണ്ടായ തർക്കമാണ്. ഇവർക്കൊരു കൊറിയർ വന്നിരുന്നു. അത് സംബന്ധിച്ച് ചില തർക്കമുണ്ടായിരുന്നു. ഒപ്പം തന്നെ പണത്തെ ചൊല്ലിയും ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ഇതാണ് ഇന്നത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇയാൾ ചില മാനസിക പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളായിരുന്നു. അതുകൊണ്ട് അതും ഈ കൊലപാതകത്തിന് പ്രധാനപ്പെട്ട കാരണമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസും സ്ഥിരീകരിക്കുന്നത്. പോലീസ് ചെന്നപ്പോഴും ഇയാൾ വളരെ വയലന്റ് ആയിരുന്നു. വളരെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തിയതെന്നും ഈ സ്ഥലം CI തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇയാൾക്ക് വിദഗ്ധ ചികിത്സ നൽകാനുള്ള ഒരു സാധ്യത, ഇയാളെ പിടികൂടിയിട്ടുണ്ട്. ഇയാൾക്ക് ഇനി അങ്ങോട്ട് വിദഗ്ധ ചികിത്സ നൽകാനാണ് സാധ്യത. ശ്രുതി, വ്യക്തമാണ്. എറണാകുളം മരടിൽ മകൻ അമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. 73-കാരിയായ അച്ചാമ്മ